എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സേമിയ കൊണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്ത രുചിയിലുള്ള ഈ ഡിഷ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ 3 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 3 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ സേമിയ എടുക്കാവുന്നതാണ്. ഇനി സേമിയ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇളക്കി കൊടുക്കാതിരുന്നാൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സേമിയ കളറെല്ലാം മാറി നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് സേമിയയ്ക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടിപ്പോയി ഒന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് ഊറ്റിയെടുക്കാനുള്ളതാണ്. ഇനി ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഒന്ന് തവി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആ ഉപ്പും എണ്ണയും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഈ കട്ടകളുള്ളത് വെന്ത് വരുമ്പോൾ റെഡിയായി വന്നോളും. ഒരു സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 4-5 മിനിറ്റിൽ സേമിയ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. സേമിയ വെന്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാകും. ഇപ്പോൾ ഇതാ സേമിയ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ പാത്രത്തിലോട്ടോ ഒരു സ്ട്രെയിനറിലോട്ടോ നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അതിന് മുകളിലോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചൊന്ന് ഊറ്റിയെടുക്കേണ്ടതാണ്. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് സേമിയയ്ക്കാണ് 5 കോഴിമുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ മുട്ട എടുക്കാവുന്നതാണ്. മുട്ട ഞാൻ ആ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. നമ്മൾ സ്ക്രാമ്പിൾഡ് ഒക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, അതുപോലെ തന്നെ ഇതൊന്ന് ചിക്കി പൊരിച്ചെടുത്താൽ മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചിക്കി നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ മുട്ട നല്ലപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് എടുക്കണം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു മീഡിയം സൈസ് സവോള ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. സവോള ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ പച്ചമണം മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഒരു 3 പച്ചമുളക് കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെയും ആ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകുന്നിടം വരെ വഴറ്റിയെടുക്കണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് ബീൻസ്, ഒരു 5-6 ബീൻസ് ഉണ്ടായിരുന്നു, അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി അധികം ചേർക്കണ്ട, കുഴഞ്ഞു പോകും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസിൻ്റെയും പച്ചമണം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. നമുക്ക് ക്രഞ്ചി ആയിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതാ വെജിറ്റബിൾസ് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലൊന്ന് സോഫ്റ്റായി വെന്ത് വന്നാൽ മതിയാകും. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകോ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഏതെങ്കിലും ഒന്ന് കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടൊന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആ പൊടികളും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/3 കപ്പാണ്. ഇനി ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഹോട്ട് റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ആ കച്ചപ്പിൻ്റെയും സോയാ സോസിൻ്റെ എല്ലാം പച്ചമണം, ഒരു കുത്തൽ മണം കാണും, അത് പോകുന്നിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ ആ സോസിൻ്റെ എല്ലാം ഒരു കുത്തൽ മാറുന്നിടം വരെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഒരു കുത്തൽ ചുവയുണ്ടാകും. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ എരിവിൻ്റെ ഒരു കുത്തലൊന്ന് മാറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇതുപോലെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട. ആ കുത്തലുള്ള ആ ഒരു എരിവ് ടേസ്റ്റിനൊന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും, അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് വിടിവിപ്പിച്ച് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ വേർപെട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് വേർപെടുത്തിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം. കാരണം നമ്മളെല്ലാം ഇപ്പോൾ വേവിച്ചതാണ്, സേമിയയും നമ്മുടെ മസാലക്കൂട്ടും എല്ലാം നല്ലപോലെ വെന്തതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിയിലയോ അല്ലെങ്കിൽ ഇതുപോലെ സ്പ്രിംഗ് ഓണിയനോ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാനും പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കറികളുടെ ആവശ്യമോ പഴത്തിൻ്റെ ആവശ്യമോ വേറെ ഒന്നുമില്ല. ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആവശ്യത്തിന് സോസും എരിവും ഒക്കെ, എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ടയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് മുട്ടയ്ക്ക് പകരം ചിക്കനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കനൊന്ന് വേവിച്ചിട്ട് ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു 10 മിനിറ്റ് അടച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സേമിയ ആയതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. കൂടിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക്